2024 സെപ്റ്റംബറിൽ നടന്ന ബംഗ്ലാദേശിന്റെ ഇന്ത്യൻ പര്യടനം. ചെന്നൈയിൽ വെച്ച് നടന്ന ടെസ്റ്റ്. ഇന്ത്യയുടെ അന്നത്തെ പുകൾപറ്റ ബാറ്റിംഗ് നിരയെ ഒരു 24-കാരൻ ബംഗ്ലാ പേസർ എറിഞ്ഞിട്ട കാഴ്ച നമ്മൾ കണ്ടു. രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും 6 റൺസിനും ശുഭ്മാൻ ഗില്ലിനെ 0-നും പുറത്താക്കി ആ യുവതാരം. പിടിച്ചു നിൽക്കാൻ നോക്കിയ ഋഷഭ് പന്തിനെയും വാലറ്റത്ത് ജസ്പ്രീത് ബുംറയെയും വീഴ്ത്തിയ അയാൾ ഇന്ത്യക്കെതിരെ ചെപ്പോക്കിൽ 5 വിക്കറ്റ് നേട്ടം കൈവരിച്ചു. പേര് ഹസൻ മഹമ്മൂദ്. ആ മത്സരത്തിൽ ഇന്ത്യ ആ സമയം 6 വിക്കറ്റിന് 144 എന്ന നിലയിലേക്ക് കോപ്പുകുത്തിയിരുന്നു. പിന്നീട് അശ്വിൻ്റെ സെഞ്ചുറിയും ജഡേജയുടെ സെഞ്ചുറി തുളക്കമുള്ളൊരു 50യും ഇന്ത്യയെ കരകയറ്റി. ഇന്ത്യ 280 റൺസിൻ്റെ വിജയവും ആഘോഷിച്ചു. നമുക്ക് ഇപ്പോഴത്തെ കഥ പറയാം. അന്നത്തെ ആ പ്രകടനം ഊർജ്ജമാക്കിയ ഹസൻ മഹമ്മൂദ് മറ്റൊരു ചരിത്ര നേട്ടവും സ്വന്തമാക്കിയിരിക്കുന്നു, അതും ഓസ്ട്രേലിയയിൽ. ഡാർവിനിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഓസ്ട്രേലിയയെ വിറപ്പിച്ചത് ഹസൻ മഹമ്മൂദാണ്. ടോസ് നേടിയ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. കൂറ്റൻ സ്കോർ അടിച്ചെടുത്ത് ബംഗ്ലാദേശിനെ സമ്മർദ്ദത്തിലാക്കാനായിരുന്നു ഓസീസിന്റെ മനസ്സിലിരിപ്പ്. എന്നാൽ ആതിഥേയരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ബംഗ്ലാദേശ് ഒന്നാന്തരമായി പന്തെറിഞ്ഞു. 2 സെഷനുകൾക്കുള്ളിൽ തന്നെ ഓസ്ട്രേലിയയെ ബംഗ്ലാദേശ് തീർത്തു. 198 റൺസിന് ഓസീസ് പുറത്തായി. ട്രാവിസ് ഹെഡും ജേക്ക് വെദറാൾഡും ചേർന്ന് ഭേദപ്പെട്ട തുടക്കമാണ് ഓസീസിന് നൽകിയത്. 1-ാം വിക്കറ്റിൽ 45 റൺസ് ഇരുവരും എടുത്തു. വെദറാൾഡിനെ കീപ്പർ ലിറ്റൻ ദാസിന്റെ കൈകളിൽ എത്തിച്ച് ഹസൻ മഹമ്മൂദ് വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടു. ഹെഡിന്റെ കുറ്റി തെറിപ്പിച്ചതും ഹസൻ തന്നെയായിരുന്നു. 71 റൺസ് എടുത്ത സ്റ്റീവ് സ്മിത്ത് മാത്രമാണ് ഓസീസ് നിരയിൽ തിളങ്ങിയത്. 30-ന് മുകളിൽ സ്കോർ നേടിയ ഏക താരവും സ്മിത്ത് തന്നെയായിരുന്നു. ലെബുഷൈനും കാമറോൺ ഗ്രീനും അലക്സ് കാരിയും ബ്യൂ വെസ്റ്ററും അടക്കം ബാറ്റർമാർ ഏറെയുണ്ടായിട്ടും 200 തൊടാൻ ഓസ്ട്രേലിയയ്ക്ക് കഴിഞ്ഞില്ല. ടെസ്റ്റ് ചരിത്രത്തിൽ ഒരു ഇന്നിംഗ്സിൽ തന്നെ ബംഗ്ലാദേശ് പേസർമാർ 10 വിക്കറ്റുകളും വീഴ്ത്തുന്നത് ഇത് 2ാമത്തെ തവണ മാത്രമാണ്. 2024-ൽ റാവൽപിണ്ടിയിലായിരുന്നു ആദ്യമായി ഈ നേട്ടത്തിലെത്തിയത്. അന്നവിടെ വെച്ച് 5 വിക്കറ്റ് വീഴ്ത്തിയ മഹമ്മൂദ് ഹസൻ ഡാർവിനിൽ ഓസ്ട്രേലിയയുടെ 6 വിക്കറ്റുകളാണ് സ്വന്തമാക്കിയത്. ലോകത്തെ ഏറ്റവും മികച്ച ടീമുകൾക്കെതിരെ പന്തെറിയുന്നത് വെല്ലുവിളി നിറഞ്ഞതാണ്. ഞങ്ങൾ മികച്ച തയ്യാറെടുപ്പ് നടത്തി, മഹമ്മൂദ് ഹസൻ പറയുന്നു. ഇന്ത്യക്കെതിരെ ചെന്നൈയിൽ 5 വിക്കറ്റ് നേടിയപ്പോൾ ഞാൻ വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും പുറത്താക്കിയിട്ടുണ്ട്. ഇതുവരെയുള്ള കരിയറിൽ ഏറ്റവും പ്രിയപ്പെട്ടത് സ്റ്റീവ് സ്മിത്തിന്റെ വിക്കറ്റാണെന്നും ഹസന്റെ വാക്കുകൾ. 15 ടെസ്റ്റുകളാണ് ഹസൻ ബംഗ്ലാദേശിനായി ഇതുവരെ കളിച്ചത്. അതിൽ 42 വിക്കറ്റുകൾ നേടി. അതിൽ 3 തവണ 5 വിക്കറ്റ് നേട്ടം കൈവരിച്ചു. ഇന്ത്യക്കെതിരെ ചെന്നൈയിൽ, പാകിസ്ഥാനെതിരെ റാവൽപിണ്ടിയിൽ, ഓസ്ട്രേലിയക്കെതിരെ ഡാർവിനിൽ. ടോപ്പ് ക്ലാസ് പെർഫോമൻസ്. ബംഗ്ലാ പേസർമാർ 10 വിക്കറ്റും 2 സെഷൻ കൊണ്ട് വീഴ്ത്തിയ പിച്ചിൽ അനായാസം വിക്കറ്റ് വാരിക്കൂട്ടാമെന്ന കണക്കുകൂട്ടലിലായിരുന്നു ഓസ്ട്രേലിയ. കാരണം ജോഷ് ഹേസൽവുഡും പാറ്റ് കമ്മിൻസും മിച്ചൽ സ്റ്റാർക്കും അടക്കം ലോകത്തെ ഏറ്റവും മികച്ച പേസ് നിര എറിയാനുണ്ട്. കറക്കി വീഴ്ത്താൻ നേതൻ ലയണമുണ്ട്. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. മഹമ്മൂദ് ഹസൻ പന്തുകൊണ്ട് ചെയ്തത് തൻസീൻ ഹസൻ ബാറ്റ് കൊണ്ട് ചെയ്തു. ഓസ്ട്രേലിയയെ വട്ടം കറക്കി. ടെസ്റ്റിൽ ഓസ്ട്രേലിയൻ മണ്ണിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ബംഗ്ലാദേശ് ബാറ്റർ എന്ന ഖ്യാതിയോടെ തൻസിദ് ബംഗ്ലാ ഇന്നിംഗ്സിന്റെ നട്ടെല്ലായി. മോമിനുൽ ഹക്കിനൊപ്പം 2-ാം വിക്കറ്റിൽ 102 റൺസ് കൂട്ടിച്ചേർത്ത തൻസിദ് ഷാൻഡോയ്ക്കൊപ്പം 3-ാം വിക്കറ്റിൽ 93 റൺസും സ്വന്തമാക്കി. ആദ്യ സെഷനിലെ മികവ് ലഞ്ചിന് ശേഷവും തുടർന്ന ബംഗ്ലാ ബാറ്റർമാർ ഹേസൽവുഡിനെയും സ്റ്റാർക്കിനെയും കമ്മിൻസിനെയും എല്ലാം അനായാസം നേരിട്ടു. 90കളിൽ ചെറിയൊരു പതർച്ച കാണിച്ച തൻസിദിന് ഷാൻഡോയുടെ ഷോട്ടുകൾ വലിയ കോൺഫിഡൻസ് നൽകി. സെഞ്ചുറിക്കടുത്തെത്തുമ്പോൾ ഫീൽഡേഴ്സിനെ സർക്കിളിനുള്ളിലേക്ക് കയറ്റി അത് തടയാൻ ഓസീസ് ശ്രമിച്ചില്ല എന്നത് കൗതുകകരമായി തോന്നി. സെഞ്ചുറി നേടി 1 ഓവർ കൂടി കഴിഞ്ഞപ്പോഴേക്ക് തൻസിദ് പുറത്തായി. നേഥൻ ലയണിന്റെ പന്തിൽ ലോങ് ഓഫിൽ സ്റ്റാർക്കിന് ക്യാച്ച് നൽകിയാണ് തൻസിദ് മടങ്ങിയത്. ഡാർവിനിലെ കാണികളുടെ കരഘോഷത്തോടെയായിരുന്നു പവലിയനിലേക്കുള്ള തൻസിദിന്റെ മടക്കം. 25-കാരനായ തൻസിദിന്റെ 2ാമത്തെ മാത്രം ടെസ്റ്റാണിത്. പാകിസ്ഥാനെതിരെ കളിച്ച ആദ്യ ടെസ്റ്റിൽ 2 ഇന്നിംഗ്സിലുമായി 30 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത്. തൻ്റെ 2ാം മത്സരത്തിൽ ഓവർസീസ് കണ്ടീഷനിൽ, അതും ഓസ്ട്രേലിയക്കെതിരെ, കമ്മിൻസിനും സ്റ്റാർക്കിനും ഹേസൽവുഡിനെതിരെ നേടിയ സെഞ്ചുറി വലിയ പ്രതീക്ഷയാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റിനുണ്ടാക്കുന്നത്. ഹനാൻ സർക്കാർ 2003-ൽ നേടിയ 76 റൺസായിരുന്നു ഇതിനു മുൻപൊരു ബംഗ്ലാ ബാറ്ററുടെ ഓസീസിലെ ഉയർന്ന സ്കോർ. ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇതിനു മുൻപ് ഒരു താരം മാത്രമേ നാട്ടിലായാലും പുറത്തായാലും സെഞ്ചുറി നേടിയിരുന്നുള്ളൂ. 2006-ൽ ഫത്തുള്ളയിൽ നടന്ന ടെസ്റ്റിൽ സഹരിയ നഫീസാണ് സെഞ്ചുറി നേടിയത്. 20 വർഷത്തിന് ശേഷമാണ് മറ്റൊരു സെഞ്ചുറി പിറക്കുന്നത്. തൻസിദ് ഹസന്റെ സെഞ്ചുറി മികവിൽ വ്യക്തമായ ലീഡ് നേടിയാണ് ബംഗ്ലാദേശ് മേധാവിത്വം കാണിക്കുന്നത്.
ക്യാപ്റ്റൻ അജ്മുൽ ഷാൻഡോ 84 റൺസെടുത്ത് മികച്ച ഇന്നിംഗ്സ് കാഴ്ചവെച്ചു. അർഹിച്ച സെഞ്ചുറിയിലേക്ക് നീങ്ങവേ ഹേസൽവുഡാണ് ഷാൻഡോയെ പുറത്താക്കിയത്. ന്യൂ ബോളിൽ ഓസീസ് ബോളർമാർ ചെറിയ മേധാവിത്വം കാണിക്കുന്നുണ്ടെങ്കിലും മികച്ച ലീഡോടെ ബംഗ്ലാദേശ് ഡ്രൈവിംഗ് സീറ്റിൽ ഉറച്ചു കഴിഞ്ഞു.